കേരളത്തിന്റെ മിനി പഞ്ചാബ് എന്നറിയപ്പെടുന്ന ഒരു പഞ്ചാബി ഹൗസിലാണ് ഞാനിപ്പോൾ വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടുത്തെ പഞ്ചാബികളുടെ കൾച്ചറും ഇവിടുത്തെ ജീവിതശൈലിയൊക്കെ നമുക്കൊന്ന് കയറി കണ്ടുപോകാം. അപ്പോൾ വെൽക്കം ടു പഞ്ചാബി ഹൗസ്. ഗുരുദ്വാരയ്ക്കുള്ളിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഇതുപോലെ തല കവർ ചെയ്തതിനു ശേഷം മാത്രമേ അകത്തോട്ട് കയറാവൂ. എനിക്ക് ഇവിടുത്തെ രീതികളൊന്നും കൃത്യമായിട്ട് അറിയില്ല. ഇവിടെ തൊട്ടടുത്തുണ്ടായിരുന്ന ഒരു പയ്യനെയും കൂട്ടിക്കൊണ്ടാണ് വന്നത്. ഇതാണ് എൻ്റെ കൂടെ വന്ന പയ്യൻ. അപ്പോൾ ഇവനാണ് ഈ സ്ഥലം കാണിച്ചതെന്നും ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ഞങ്ങൾ ഒരുമിച്ചാണ് വന്നത്. കേരളത്തിലെ പ്രധാനപ്പെട്ട ഗുരുദ്വാരകളിൽ ഒന്നാണ് കൊച്ചിയിലുള്ള ഈ ഗുരുദ്വാര. അപ്പോൾ ആദ്യം നമ്മളിവിടെ വന്നപ്പോൾ ഇവർ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുമെന്നുള്ള ചെറിയൊരു പേടി ഉണ്ടായിരുന്നു. പക്ഷേ നമ്മളോട് വളരെ സ്നേഹത്തോടും ബഹുമാനത്തോടും കൂടിയാണ് നമ്മളെ ഇവിടെ വരുത്തിയതും അകത്തേക്ക് കയറാൻ ക്ഷണിച്ചത്. അപ്പോൾ ഇതവരുടെ പ്രാർത്ഥനാ മുറിയാണ്. നമ്മൾ ഏത് മതത്തിൽപ്പെട്ട ആളാണെങ്കിലും ഇവിടെ വരാനും പ്രാർത്ഥിക്കാനുള്ള സമ്പൂർണ്ണ അവകാശം എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ എല്ലാ ഞായറാഴ്ചകളിലും നിങ്ങളിവിടെ വരുവാണെങ്കിൽ ഇവരുടെ പ്രാർത്ഥന, ഇവിടുത്തെ കാര്യങ്ങൾ, ഇവിടുത്തെ ഫുഡ് കാര്യങ്ങളൊക്കെ സൗജന്യമായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഞായറാഴ്ചകളിലും ബുധനാഴ്ചകളിലുമാണ് ഇവിടെ ഏറ്റവും കൂടുതൽ പ്രാർത്ഥന, ഇവിടുത്തെ പ്രയർ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അന്ന് ഈ ഹാളിൽ നിറച്ചും പഞ്ചാബികളും പുറത്തുനിന്ന് വരുന്ന വിസിറ്റേഴ്സും എല്ലാവരും കാണണമെങ്കിൽ സൺഡേയിൽ വേണം. ഞാനിപ്പോൾ വന്ന ഒരു ഇടദിവസം ഒരു തിങ്കളാഴ്ച ചെയ്തുകൊണ്ടാണ് ഇവിടെ ശൂന്യമായിട്ട് ഇങ്ങനെ ഇരിക്കുന്നത്. എറണാകുളം തേവര ഗുരുദ്വാര റൂട്ടിലാണ് നമ്മുടെ ഈ പഞ്ചാബി ഹൗസ് ഉള്ളത് കേട്ടോ. അപ്പോൾ എല്ലാവരും വരുമ്പോൾ ഞായറാഴ്ച ദിവസങ്ങളിൽ വരാൻ ശ്രമിക്കുക. ഞായറാഴ്ച 10 to 12 നമ്മൾ വന്നിട്ടുണ്ടെങ്കിൽ ഫുഡ് കഴിക്കാൻ പറ്റും. അതുപോലെ ഇവരെ പ്രാർത്ഥന കാണാൻ പറ്റും. ഇവിടുത്തെ എല്ലാ പരിപാടിയും നമുക്ക് ഡയറക്റ്റ്ലി കണ്ടുകൊണ്ട് നമുക്ക് എക്സ്പ്ലോർ ചെയ്യണമെങ്കിൽ സൺഡേയിൽ വരിക. അല്ലെങ്കിൽ ഞാൻ വന്ന പോലെ ഇപ്പോൾ ഇതുപോലെ കണ്ടില്ലേ, ഇങ്ങനെയൊക്കെ ആയി പോകും. അപ്പോൾ ഓക്കെ, ബൈ.